നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും സീരിയസ് ആയിട്ട് ചെയ്തിട്ടുണ്ടോ? ഫോർ എക്സാമ്പിൾ ഓപ്പണിംഗ് എ ബിസിനസ് ഓർ എന്തെങ്കിലും പുതിയൊരു സ്കില്ല് പഠിക്കുക ആൻഡ് ആ ഒരു സ്കില്ല് വെച്ച് സമ്പാദിക്കാൻ നോക്കൂ, ഓർ ഡെവലപ്പിംഗ് സംതിങ് ബേസ്ഡ് ഓൺ ദാറ്റ്. എങ്കിൽ ഐ സ്ട്രോങ്ലി റെക്കമെൻഡ് യു ഗൈസ് ടു വാച്ച് ദിസ് വീഡിയോ ബിക്കോസ് വി ആർ ഗോണ ഡിസ്കസ് സംതിങ് വിച്ച് ഇസ് സോ ഇമ്പോർട്ടൻറ്റ്. കഴിഞ്ഞ കുറെ മാസങ്ങളായിട്ട് എന്നെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യമുണ്ട്. എന്താന്ന് വെച്ചാൽ വിച്ച് ഇസ് മോർ ഇമ്പോർട്ടൻറ്റ്, ക്വാണ്ടിറ്റി ഓർ ക്വാളിറ്റി? ആൻഡ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഈ ഒരു കാര്യത്തിനെ കുറിച്ച് കൂടുതൽ പഠിച്ച് എന്റെ പെർസ്പെക്റ്റീവിലുള്ള കാര്യം ഞാൻ ഇവിടെ പറയാം. ആൻഡ് ഇവിടെയാണ് നിങ്ങൾ ഓരോരുത്തരുടെയും ഹെൽപ്പ് എനിക്ക് വേണ്ടേ. എന്താന്ന് വെച്ചാൽ നമ്മളിവിടെ സംസാരിക്കുന്ന ഒരു ടോപ്പിക്കും ആൻഡ് ആ ഒരു ടോപ്പിക്കിൽ നിന്ന് വന്ന ഒരു കൺക്ലൂഷനും നിങ്ങളുടേതായ രീതിയിൽ വിലയിരുത്തിയിട്ട് അത് നിങ്ങൾ കമന്റ് ചെയ്യാം. എന്തിനാന്ന് വെച്ചാൽ ഈ ഒരു പർട്ടിക്കുലർ ടോപ്പിക്ക് പലരുടെയും ലൈഫിൽ ഒരു സർട്ടൺ പോയിന്റിൽ അവർ സ്റ്റക്ക് ആക്കും. ആൻഡ് ഇന്ന് നമുക്ക് ഈ ഒരു കാര്യത്തിന് കംപ്ലീറ്റ് ആയിട്ട് ഇവിടെ നിന്ന് ഒരു തീരുമാനം ഉണ്ടാക്കാം. സോ വിതൗട്ട് എനി ഡിലേ ലെറ്റ്സ് ഡിഗ് ഇൻ. ഈ ഒരു ക്വാണ്ടിറ്റി വേഴ്സസ് ക്വാളിറ്റി എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് സംസാരിക്കാൻ വേണ്ടി എന്റെ ഒരു ലൈഫ് തന്നെ നമുക്ക് കേസ് സ്റ്റഡി ആയിട്ട് എടുക്കാം. ഇവിടെ നമ്മൾ യൂട്യൂബിനെ റിലേറ്റ് ചെയ്തായിരിക്കും മെജോറിറ്റി ഓഫ് കാര്യങ്ങൾ സംസാരിക്കാൻ പോകുന്നത്. എന്താണെന്ന് വെച്ചാൽ കറന്റ് ഐ എം ക്രിയേറ്റിംഗ് കോണ്ടന്റ് ഓൺ യൂട്യൂബ്. പക്ഷേ നിങ്ങൾ ചെയ്യുന്ന ഏതൊരു കാര്യത്തിലാണെങ്കിലും നമ്മൾ ഇന്ന് ഇവിടെ സംസാരിക്കുന്ന കാര്യങ്ങൾ വെച്ച് നിങ്ങൾക്ക് കാര്യങ്ങൾ തീരുമാനിക്കാനോ വിലയിരുത്താനോ പറ്റും. 2019 ഞാൻ എൻ്റെ ഫസ്റ്റ് വീഡിയോ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. തുടക്കത്തിൽ അത് വെറും ട്രാവൽ ചെയ്യാൻ വേണ്ടി ഒരു എക്സ്ക്യൂസും അതേപോലെ തന്നെ ചെറിയ രീതിയിലുള്ള ഒരു മെമ്മറി ക്രിയേഷൻസ് ആയിരുന്നെങ്കിലും ബൈ ടൈം വീഡിയോ മേക്കിംഗ് പ്രോസസ്സ് എന്ന് പറയുന്നത് വളരെ സീരിയസ് ആയിട്ട് എൻ്റെ ലൈഫിലോട്ടേക്ക് വന്നു. ആഫ്റ്റർ ദാറ്റ് ഞാൻ ആ ഒരു സ്കില്ല് ഒരുപാട് ഇംപ്രൂവ് ചെയ്തു. പക്ഷേ അപ്പോഴും ഐ ഡിഡ്ന്റ് ടേക്ക് ഇറ്റ് സീരിയസ്. പിന്നെ ലൈഫിൻ്റെ ഒരു സർട്ടൺ പോയിന്റ് എത്തിയപ്പോഴത്തേനും എനിക്ക് മനസ്സിലായി this filmmaking stuff is one of the things which I am gonna to do forever. ഇവിടെയാണ് പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തത്. തുടക്കത്തിൽ ഞാൻ ഇതുവരെ ഒരു ഹോബി ആയിട്ട് ഒരു മെമ്മറി ക്രിയേഷൻസ് ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്തതെങ്കിലും ഇനി അങ്ങോട്ടേക്ക് ഇത് ഈ ഒരു രീതിയിലോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റത്തില്ല. ബിക്കോസ് ഇപ്പോൾ ഇത് എനിക്കൊരു കമ്മിറ്റ്മെന്റ് ആയി. എനിക്ക് എൻ്റെ ചാനലും കാര്യങ്ങളും മുന്നോട്ടേക്ക് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ വേണ്ടി ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. അതിനുവേണ്ടി ഞാൻ ഒരുപാട് പുതിയ പുതിയ പരീക്ഷണങ്ങൾ നടത്തി, കുറേ കാര്യങ്ങളൊക്കെ പഠിച്ചു, ഒരുപാട് ഇൻഫോർമേഷൻസ് ഗ്യാദർ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു, കുറേ എക്സ്പീരിയൻസ് നടത്തി. ഇതിൻ്റെ ഇടയിൽ ഞാൻ ആദ്യമായിട്ട് തുടങ്ങിയത് ഒരു ട്രാവൽ ചാനലാണ്. അപ്പം എൻ്റെ ഒരു ബുദ്ധിക്ക് ട്രാവൽ കോണ്ടന്റ് മാർക്കറ്റ് കുറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ളൊരു തോന്നൽ എനിക്കപ്പോൾ തോന്നി. പിന്നെ വേറൊരു കേസ് എന്താണെന്ന് പറഞ്ഞാൽ ആ ഒരു ടൈമിൽ എനിക്ക് ഫൈനാൻസ് പ്രൊവൈഡ് ചെയ്യാനുള്ളൊരു സോഴ്സ് പുറമേ നിന്ന് ഉണ്ടായിരുന്നില്ല. എനിക്കാണെങ്കിലും യങ് ഏജ് ആണ്, എനിക്ക് ക്ലാസ്സും കാര്യങ്ങളൊക്കെ അല്ലാണ്ടിരിക്കുന്നു. അപ്പം ഞാൻ എന്നാ ചെയ്തു, പുതിയതായിട്ട് വേറൊരു ചാനൽ തുടങ്ങി. ആ ഒരു ചാനലിൽ വേറൊരു രീതിയിലുള്ള കുറച്ച് കോണ്ടന്റുകളും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്ത് തുടങ്ങി. പക്ഷേ ഈ ഒരു ടൈമിൽ നേരത്തെ വലിയ കുഴപ്പമില്ലാണ്ട് മൂവിങ് ആയിട്ടുള്ള ആ ഒരു ചാനലിൽ ഞാൻ വീഡിയോസ് ഇടൽ കുറച്ചു. പിന്നെ ഈ ഒരു ചാനലിൽ എന്തൊക്കെയോ രീതിയിൽ കുറേ പരീക്ഷണങ്ങളും ഡെയിലി വ്ലോഗും കാര്യങ്ങളൊക്കെ തുടങ്ങി. അപ്പോൾ ആ ഒരു ചാനൽ എനിക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാണ്ട് അങ്ങനെ ആ ഒരു ചാനലിൽ ഞാൻ പൂട്ടിക്കെട്ടേണ്ട ഒരു അവസ്ഥയെ കുറച്ചധികം നാളത്തേക്ക്. പിന്നെ ഈ ഒരു ചാനലിൽ എന്തൊക്കെയോ കറങ്ങി തിരിഞ്ഞ സിറ്റുവേഷൻസ് ഒക്കെ മാറി അവിടെയും കൂടായി ഇവിടെയും കൂടായി എന്നൊരു സിറ്റുവേഷനിലോട്ടേക്ക് ലാസ്റ്റ് എത്തി. ഈ ഒരു ടൈമിലാണ് ഞാൻ ചിന്തിച്ചത് വാട്ട് ഡിഡ് ഐ ഡു റോങ്. അപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ മൈ കോണ്ടന്റ് ലാക്ക് ക്വാളിറ്റി. പക്ഷേ എൻ്റെ മൈൻഡിലോട്ടേക്ക് ഈ ഒരു സെയിം ടൈമിൽ ഒരു ക്വസ്റ്റ്യൻ വന്നു, ക്വാളിറ്റി മാത്രം ഉണ്ടായാൽ മതിയോ, ക്വാണ്ടിറ്റിയും വേണ്ടേ? ഇനി നമുക്ക് ക്വാളിറ്റി ആണോ ക്വാണ്ടിറ്റി ആണോ ബെറ്റർ എന്ന് നോക്കാം. കാര്യം ക്വാണ്ടിറ്റി എന്താണെന്നൊക്കെ നിങ്ങൾക്ക് അറിയാമെങ്കിൽ നമ്മളിവിടെ ക്വാണ്ടിറ്റീനെയും ക്വാളിറ്റീനെയും എന്തായിട്ടാണ് കൺസിഡർ ചെയ്യണതെന്ന് ജസ്റ്റ് ഒന്ന് പറയാം. ഒരു ബിസിനസ് ആവുമ്പോൾ നമുക്ക് എന്തായാലും ഒരു പ്രൊഡക്റ്റ് ഉണ്ടാകും. ആൻഡ് ഇൻ കേസ് ഓഫ് ക്വാണ്ടിറ്റി there will be more product in a particular period of time. When quality comes, there will be a single product which give more value in the same period of time. Casey Neistat, an American filmmaker who create films in YouTube from the beginning of that platform. എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ upload every day. But the fun part is it was very good recipe for the burnout. Let me explain. കേസി നൈസ്റ്റാറ്റിനെ പോലുള്ള ഒരു ക്രിയേറ്റർ ആണെങ്കിൽ പോലും ഈ ഒരു കാര്യം എപ്പോഴാണ് ചെയ്തതെന്ന് വെച്ചാൽ ഫിലിം മേക്കിങ്ങിൽ നല്ലൊരു സ്കില്ലും അതേപോലെ തന്നെ അതിനനുസരിച്ചൊരു സിറ്റുവേഷനും ആയിട്ടാണ്. അപ്പോൾ ആ ഒരു സമയത്ത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ കൃത്യമായിട്ടൊരു കണ്ടന്റ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യേണ്ടതെന്നും ആ ഒരു കണ്ടന്റിൽ ഓഡിയൻസിനെ എങ്ങനെ പിടിച്ചിരുത്തണമെന്നും അറിയാമായിരുന്നു. അതുമാത്രമല്ല
അദ്ദേഹത്തിന് നല്ല രീതിയിലൊരു ബാക്ക് ആൻഡ് സപ്പോർട്ടും ഉണ്ടായിരുന്നു. ജസ്റ്റ് ഒരു ഇൻട്രോ കണ്ടു നോക്കി. To the haters, the doubters, my 7th grade vice principal. To everyone who's ever told anyone with a dream they can't. This video's for you. This was his level of quality. നമ്മുടെ കേരളത്തിലെ കുറേ ക്രിയേറ്റേഴ്സ് ഡെയിലി കോണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യും, അതേപോലെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതുകൊണ്ട് അതിന് ഞാൻ ഒരിക്കലും കുറ്റം പറയുകയല്ല. ആസ് എ കോണ്ടന്റ് ക്രിയേറ്റർ എനിക്കറിയാം ഒരു വീഡിയോ മേക്ക് ചെയ്യണമെങ്കിൽ എത്രത്തോളം എഫേർട്ട് അതിലോട്ടേക്ക് ഇടണമെന്ന്. പക്ഷേ ഈ ഒരു വീഡിയോ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് ക്വാണ്ടിറ്റി ഉണ്ടാവും, അതിൽ ക്വാളിറ്റി ഉണ്ടോ വലിയൊരു ചോദ്യചിഹ്നമാണ്. ഞാനും ഇതേപോലെ ഡെയിലി വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ട് പരീക്ഷിച്ച് ആ ഒരു പരിപാടി സ്റ്റോപ്പ് ചെയ്തൊരു വ്യക്തിയാണ്. മലയാളത്തിൽ ഞാൻ ഫോളോ ചെയ്യുന്നതും നല്ല രീതിയിൽ വീഡിയോസും കാര്യങ്ങളൊക്കെ മേക്ക് ചെയ്യുന്ന ഒരു ക്രിയേറ്റർ എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ലിസ്റ്റിലുണ്ട്, കാർത്തിക് സൂര്യ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. പുള്ളിയും ഇതേപോലെ തന്നെ ഡെയിലി വീഡിയോ ഇട്ടിട്ടുണ്ട്, ഇതേപോലെ തന്നെ ക്വാണ്ടിറ്റിയും വെച്ചുകൊണ്ട്. പക്ഷേ ഈ ഒരു 130 ദിവസം കഴിഞ്ഞപ്പോഴത്തേനും പുള്ളി മൊത്തത്തിൽ ഫ്രസ്ട്രേറ്റഡ് ആയിപ്പോയി. അതും സിറ്റുവേഷൻ എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് ഒരു ക്യാമറാമാൻ ഉണ്ടായിരുന്നു കൂടെ, 2 മെയിൻ വീഡിയോ എഡിറ്റർ ഉണ്ട്, അതേപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യാൻ ഒരു വലിയൊരു ടീം ഉണ്ടായിട്ട് പോലും ഈ ഒരു സിറ്റുവേഷനിലോട്ടേക്ക് പോയി. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, ക്വാളിറ്റി കുറഞ്ഞ് ക്വാണ്ടിറ്റി കൂട്ടി അതിനുവേണ്ടി ഒരുപാട് എഫേർട്ട് ഇട്ട് കാര്യങ്ങൾ ചെയ്യുന്നവരുടെ അവസ്ഥ. ഈ ഒരു കാര്യങ്ങളും ഒക്കെ വർക്കാവുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. എപ്പോഴാണെന്നറിയോ, നമ്മൾ ഏതൊരു ഇൻഡസ്ട്രിയിലാണോ ആ ഒരു ഇൻഡസ്ട്രിയിൽ കോമ്പറ്റീഷൻ ഇല്ലാത്ത ഒരു സമയത്ത് നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. പക്ഷേ ഇവിടുത്തെ കേസ് എന്ന് പറഞ്ഞാൽ അതാണോ, കോമ്പറ്റീഷൻ എന്തോരാണ്. അപ്പം നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുവാണെങ്കിൽ, അതായത് ഇപ്പം ക്രിയേറ്റീവ് സൈഡിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഒരുപാട് സ്ട്രെയിൻ എടുത്ത് അൺനെസസറി ആയിട്ട് വർക്ക് ചെയ്യാണ്ടിരിക്കുക. നിങ്ങൾക്ക് ക്രിയേറ്റീവ് ബ്ലോക്കും ബേൺ ഔട്ടും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് റിക്കവർ ആവുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു ടാസ്ക്കാണ്. ഈ ഒരു ബേൺ ഔട്ടിൻ്റെ കാര്യം പറയുവാണെങ്കിൽ ഈ ക്രിയേറ്റേഴ്സിൻ്റെ ഇടയിൽ 2021 ആയപ്പോഴത്തേനും 61% ഓഫ് ക്രിയേറ്ററാണ് ബേൺ ഔട്ട് സഫർ ചെയ്തത്. ആൻഡ് ആ ഒരു കണക്ക് 2023 ആയപ്പോഴത്തേനും 79%. Just think how serious is this problem. നമ്മുടെ മിസ്റ്റർ ബീസ്റ്റ്, the biggest YouTube content creator on the planet, ഈ അൽഗോരിതത്തിനെ കുറിച്ച് എന്താണ് പറഞ്ഞതെന്നറിയോ? Actually, by studying the algorithm, you'll learn that you're more studying human psychology, right? What do humans want to watch? Anytime you say the word algorithm, just replace it with audience, and it works perfectly. Like, the algorithm didn't like that video? No, the audience didn't like that video. Literally, that's it. If people are clicking and watching, then it gets promoted more. And that's literally all the algorithm does, is reflect what the people want to a T. And if you deny that, you just make terrible videos and are trying to find a scapegoat. Let's give what the consumer want. എന്താണോ കൺസ്യൂമറിന് വേണ്ടേ, നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ആ ഒരു കാര്യത്തിനെ പോളിഷ് ചെയ്ത് നല്ല രീതിയിൽ റിസർച്ചും കാര്യങ്ങളൊക്കെ നടന്ന് ലെറ്റ്സ് ഗീവ് ഇൻഫോർമേഷൻ. എന്ന് വെച്ചാൽ ഫ്രീക്വൻസി വേണ്ട എന്നല്ല ഞാൻ പറയുന്നത്. നമ്മളൊരു കാര്യം സ്ഥിരമായിട്ട് ചെയ്യുമ്പോഴത്തേനും നമ്മളൊക്കെ അതൊരു ഹാബിറ്റായിട്ട് മാറും. ഇപ്പം നമ്മൾ ചെയ്യുന്നത് നല്ല ഒരു കാര്യത്തിലാണെങ്കിൽ അത് നമ്മുടെ ഒരു ഹാബിറ്റായി മാറണമെന്ന് പറഞ്ഞാൽ തികച്ചും നല്ല വിഷയമാണ്. അതേപോലെ തന്നെ ഒരു സർട്ടൺ കാര്യം അത് കണ്ടിന്യൂസ്ലി ചെയ്ത് അത് കണ്ടിന്യൂസ്ലി അതിനൊരു റിസൾട്ട് കൊണ്ടുവരിക എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ചെറിയ കാര്യമല്ല. ഇവിടെ നമ്മൾ ഓവറായിട്ട് ക്വാണ്ടിറ്റിയിൽ ഒബ്സസ്ഡ് ആകുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നം എന്നാന്ന് പറഞ്ഞാൽ ക്വാളിറ്റി ലോസ് ഉണ്ടാവും. അതേപോലെ തന്നെ കോണ്ടന്റുകളും കാര്യങ്ങളും റിപ്പീറ്റേഷനാവും. ഇത് മാത്രമാണോ പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് പുതിയ പുതിയ കാര്യങ്ങൾ ട്രൈ ചെയ്യാനും പുതിയതായിട്ട് എന്തെങ്കിലും എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു അവസരം ഇവിടെ ഉണ്ടാവാണ്ടിരിക്കുകയാണ്. കാരണം നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യണം എന്തിനാണ്, നമ്മുടെ വർക്ക് ചെയ്യാനും ആ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തീർത്തിട്ട് വീണ്ടും അടുത്ത കാര്യങ്ങളും ചെയ്യാനാണ്. അതും വളരെ ചെറിയൊരു ടൈമിൽ. അത് തന്നെയല്ലേ ഇവിടുത്തെ വിഷയം. ടു ക്രിയേറ്റ് ഗ്രേറ്റ് തിങ്സ് ടൈം ഇസ് എസെൻഷ്യൽ. അതേപോലെ തന്നെ വേറൊരു കേസുണ്ട്, ഈ ക്വാളിറ്റിയിൽ നമ്മൾ ഒരുപാട് ഒബ്സസ്ഡ് ആവാൻ പാടില്ല. ആ ഒരു വിഷയവും എനിക്ക് പറ്റിയിട്ടുണ്ട് ഒരു സമയത്ത്. എക്സ്പെൻസീവ് ആയിട്ടുള്ള ക്യാമറ ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ വീഡിയോ ചെയ്യുള്ളൂ, ബെസ്റ്റ് ഓഡിയോ ക്വാളിറ്റി വേണം,
ഗ്രേറ്റ് വീഡിയോ ലൈറ്റിംഗ് സെറ്റപ്പ് ഉണ്ടാക്കണം. ബെസ്റ്റ് ലൊക്കേഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് ഞാൻ വീഡിയോ ചെയ്യുള്ളൂ. നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ എല്ലാ കാര്യങ്ങളും കൊണ്ട് നിലവിൽ തുടങ്ങാൻ പറ്റിയെന്ന് വരത്തില്ല. എൻ്റെ ലൈഫിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ ജസ്റ്റ് ഒരു ക്യാമറയും കൊണ്ടാണ് വീഡിയോഗ്രാഫി കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ അവിടെ നിന്ന് പതിയെ അപ്ഗ്രേഡ് ചെയ്ത് പോകാം. ഞാൻ ബേസിക് ആയിട്ട് ഒരു എക്സാമ്പിൾ പറയാം. ഈ ഒരു വീഡിയോ ഞാൻ എൻ്റെ ലൈഫിൽ ഒരു ഫുൾ സ്ക്രിപ്റ്റ് ക്രിയേറ്റ് ചെയ്ത് നല്ല രീതിയിൽ റിസർച്ച് ചെയ്ത് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ. ഇതിനു മുന്നേ ഞാൻ അങ്ങനത്തെ വീഡിയോസും കാര്യങ്ങളും ഒക്കെ ഉണ്ടാക്കിയിട്ടില്ല. സ്ക്രിപ്റ്റ് ചെയ്ത് ഞാൻ ചെയ്ത വീഡിയോസ് എന്ന് പറഞ്ഞാൽ വളരെ കുറച്ചാണ്. അത് കംപ്ലീറ്റ് സ്ക്രിപ്റ്റ് ഉണ്ടായിരുന്നില്ല. ഈ ഒരു വീഡിയോയുടെ ഒരു കംപ്ലീറ്റ് സ്ക്രിപ്റ്റാണ് നിലവിൽ ഈ ഒരു ബുക്കിൽ ഉണ്ടാവുന്നത്. അപ്പം ഞാൻ ഇന്നലെ എന്ന് പറയുമ്പോഴത്തേനും ജസ്റ്റ് ഇങ്ങനെ ബുക്ക് എടുത്തു, സ്ക്രിപ്റ്റ് നോക്കി, അത് കാണാണ്ട് പറയാൻ നോക്കി. ഞാൻ എന്നെ കൊണ്ട് നടക്കാത്തൊരു സിറ്റുവേഷനിൽ ഞാൻ വന്ന് അവസാനം ആ ഒരു പ്ലാൻ ഞാൻ ഇന്നലെ ഡ്രോപ്പ് ചെയ്തു. ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതേപോലെ നമുക്ക് എല്ലാ കാര്യങ്ങളും പടയെന്ന് ചെയ്യാൻ പറ്റത്തില്ല. ഇതെൻ്റെ വീഡിയോ സ്ക്രിപ്റ്റ് ചെയ്ത ആദ്യത്തെ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുന്ന ഒരു വീഡിയോ ആണെന്ന് പറഞ്ഞല്ലോ. അപ്പം ഈ ഒരു വീഡിയോയ്ക്ക് അതിൻ്റേതായ ഒരു കുറവുണ്ടെന്ന് എനിക്കറിയാം, എനിക്കത് മനസ്സിലാവുകയും ചെയ്യും. എന്ന് വെച്ച് അത് ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ ആ ഒരു കുറവ് നികത്തിയിട്ട് ഈ ഒരു വീഡിയോ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് ഉദ്ദേശിച്ച് കഴിഞ്ഞാൽ ഈ ഒരു വീഡിയോ എനിക്ക് ഈ അടുത്തൊന്നും ഇടാൻ പറ്റത്തില്ല. അപ്പം നമ്മൾ ഇന്ന് എങ്ങനെയായിരുന്നോ അതിനേക്കാൾ ഒരു 2 സ്റ്റെപ്പ് അപ്പുറത്തോട്ടേക്ക് നമ്മൾ മുന്നോട്ടേക്ക് പോകണം. ക്വാളിറ്റി നമുക്ക് വേണം, പക്ഷെ അതിൽ ഒരിക്കലും ഒബ്സസ്ഡ് ആവാൻ പാടില്ല. ഒബ്സസ്ഡ് ആയി കഴിഞ്ഞാൽ അവസാനം എനിക്ക് സംഭവിച്ച പോലെയാവും. ക്വാണ്ടിറ്റി ഉണ്ടാവില്ല, ക്വാളിറ്റി ഉണ്ടാവില്ല. We need to find balance in everything. Consistency ഒരു ലോങ് റണ്ണിലേക്ക് നമ്മൾ ഒരുപാട് സഹായിക്കും. അതേപോലെ തന്നെ ക്വാളിറ്റി ഓഫ് എ പ്രോഡക്റ്റ് which ensure that we gives value to our consumers. ഇതേപോലെ എന്തിനും ഒരു ബാലൻസ് നിങ്ങൾ ഫൈൻഡ് ഔട്ട് ചെയ്യുക. എന്നാൽ മാത്രമാണ് അതൊരു മുന്നോട്ടേക്കുള്ള ഒരു യാത്രയിൽ നമ്മളെ സഹായിക്കുകയുള്ളൂ. We are going to the quality എന്ന് വെച്ച് നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് ദി ബെസ്റ്റ് ചെയ്യാൻ പറ്റില്ല. We need time. Take your time, but don't take too much. എപ്പോഴും practice makes a man perfect. കണ്ടിന്യൂസ് ആയിട്ട് ഒരു പർട്ടിക്കുലർ പീരീഡ് ഓഫ് ടൈം ഒരു ഗോളായിട്ട് സെറ്റ് ചെയ്ത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക. ആൻഡ് അവിടെ വരുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നേരത്തെ പറയുന്ന പോലെ തന്നെ നമ്മൾ ഇന്ന് ചെയ്യുന്ന വർക്ക് ആയിരിക്കും നാളെ ചെയ്യുന്നത്. ഇന്ന് ചെയ്യുന്ന വർക്കിന്റെ കാര്യം ഒരു സ്റ്റെപ്പോ അല്ലെങ്കിൽ ഒരു 2 സ്റ്റെപ്പോ എഹേർഡ് ആയിട്ട് വേണം നാളെ ആ ഒരു വർക്ക് ചെയ്ത് തീർക്കാൻ. ആൻഡ് ആ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. ഒബ്സർവ് ക്ലിയർലി വാട്ട് യു ആർ ഡൂയിങ് ആൻഡ് വാട്ട് ഈസ് ഹാപ്പനിങ് അറൗണ്ട് യു. അതിൽ നിന്ന് നിങ്ങൾക്ക് കുറെ ഇൻഫോർമേഷൻ കിട്ടും. അങ്ങനെ പതിയെ ഏതൊരു കാര്യത്തിലാണെങ്കിലും നിങ്ങളെ കൊണ്ട് പെർഫെക്റ്റ് ആവാനും പറ്റും. അതേപോലെ തന്നെ നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിൽ ഈ കംപ്ലീറ്റ് ഇൻഫോർമേഷൻ നിങ്ങൾക്ക് ഗെയിൻ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അതിൽ നിങ്ങൾ ബെസ്റ്റ് ആവും. പക്ഷേ അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരിക്കലും ഒരു കാര്യത്തിൽ 100% ഒരു നോളേജ് ഉണ്ടാക്കാൻ പറ്റത്തില്ല. അത് ഉണ്ടാവുന്നില്ല. ബിക്കോസ് ഏതൊരു കാര്യമാണെങ്കിലും ആ ഒരു കാര്യത്തിനെ കുറിച്ച് ഇൻഫിനിറ്റ് ആയിട്ട് നമുക്ക് പഠിക്കാനുണ്ടാവും. നമ്മുടെ ഇപ്പം നിലവിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ മൊത്തത്തിൽ പഠിച്ചാൽ പോലും അതിന്റെ അപ്പുറത്തോട്ട് ആ ഒരു കാര്യത്തിൽ നമ്മൾ അറിയാനുണ്ട്. ഒരു മിസ്റ്ററി സോൾവ് ചെയ്തു പോകുന്ന പോലെ തന്നെയാണ് എല്ലാം. അപ്പൊ എഡ്യൂക്കേറ്റ് വെരി വെൽ. എന്താണെങ്കിലും നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ മുന്നോട്ടേക്ക് ഏതൊരു കാര്യം എടുക്കുകയാണെങ്കിലും മാക്സിമം അതിനെക്കുറിച്ച് പഠിച്ച് മനസ്സിലാക്കാൻ നോക്കുക. അപ്പൊ നിങ്ങൾക്ക് ബെസ്റ്റ് ആയിട്ട് ക്വാളിറ്റി ആയിട്ട് ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് കിട്ടും. അതേപോലെ തന്നെ ക്വാളിറ്റി ആണോ ബെറ്റർ, ക്വാണ്ടിറ്റി ആണോ ബെറ്റർ എന്നുള്ളൊരു ചോദ്യത്തില് നമുക്ക് ക്വാണ്ടിറ്റിയുടെ ഒപ്പം തന്നെ ക്വാളിറ്റിയും അത്യാവശ്യമുണ്ട്. നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ ഒരു ക്ലിയർ കട്ടായിട്ടുള്ള ഒരു ഇമേജ് എപ്പോഴും നമുക്ക് കിട്ടണം. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പതിയെ എന്തിലായാലും നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു സ്റ്റൈലും നിങ്ങളുടേതായ ഒരു പേഴ്സണാലിറ്റിയും വരും. ആൻഡ് അത്രയും എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ആ ഒരു ടൈമിൽ ഫിഗർ ഔട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിലെല്ലാം ഒറ്റ കാര്യമുള്ളൂ, ജസ്റ്റ് ഡെലിവർ ഇൻഫർമേഷൻ. ഇറ്റ് ഈസ് എ കീ ഫാക്ടർ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ടൈമാണ്. അപ്പം ഒരാളുടെ ടൈം മാറ്റി വെച്ച് നമ്മളിലോട്ടേക്ക് പറഞ്ഞെങ്കിൽ അവർക്ക് വാല്യുബിൾ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ കൊടുത്തേ പറ്റും. അപ്പൊ ആ ഒരു കാര്യത്തിൽ നിങ്ങൾ എന്തായാലും ശ്രദ്ധിക്കാം. അവിടെ ശ്രദ്ധിക്കാൻ മറക്കരുത്, ഒരു പിഴവ് പറ്റും. പിന്നെ ഈ ഒരു വീഡിയോ കാണുന്ന ക്രിയേറ്റേഴ്സിനോട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ജസ്റ്റ് ഫോക്കസ് ഓൺ യുവർ കോണ്ടന്റ്, നോട്ട് ഓൺ ദ വേരിയബിൾസ്. ഒരു പർട്ടിക്കുലർ സമയത്ത് ടൈമിൽ വീഡിയോ
എനിക്ക് അപ്ലോഡ് ചെയ്യണം, ഡെയിലി ഞാൻ വീഡിയോസുകൾ അപ്ലോഡ് ചെയ്യും, ഒരു ഹാഷ്ടാഗിന്റെ പാറ്റേണുകളും കാര്യങ്ങളും കൃത്യമായിട്ട് എനിക്ക് ഫോളോ ചെയ്യണം. ഇതിലൊന്നുമല്ല കാര്യം. ഇതിൽ കാര്യം പൂർണ്ണമായിട്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇവിടെ കാര്യം എന്താണെന്ന് വെച്ചാൽ വാട്ട് ഓഡിയൻസ് ആണ്, ഓഡിയൻസിന് എന്താണ് വേണ്ടത്, ഓഡിയൻസിന് വേണ്ട കാര്യങ്ങൾ നിങ്ങൾ കൊടുക്കുന്നുണ്ടോ, നിങ്ങളുടെ വീഡിയോയിൽ എന്താണ് വാല്യുബിൾ ആയിട്ട് അവർക്ക് എത്തിക്കാനുള്ളത്, ഇതിലാണ് കാര്യം ഇരിക്കുന്നത്. അപ്പൊ സത്യം പറഞ്ഞെങ്കിൽ ഇത്രയൊക്കെ ഉള്ളൂ എനിക്ക് പറയാൻ വേണ്ടി. just do what you like. അതേപോലെ തന്നെ ഞാൻ അധികം വലിച്ചു നീട്ടുന്നില്ല. ഈ ഒരു വീഡിയോ ഈ അവസാനം വരെ കണ്ട് നിന്ന ആളുകൾ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. താങ്ക് യു ഗൈസ്. നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ട ഇത്രയും സമയം എനിക്ക് വേണ്ടി നിങ്ങൾ സ്പെൻഡ് ചെയ്തു. ഇനിയും നല്ല നല്ല ഒരുപാട് ബ്യൂട്ടിഫുൾ കണ്ടന്റുകളും അതേപോലെ തന്നെ ക്രേസി ആയിട്ടുള്ള വീഡിയോസും നമ്മുടെ ചാനലിൽ ഉണ്ടാവും. എല്ലാ വീഡിയോസും വാല്യുബിൾ ആക്കാൻ വേണ്ടി ഞാൻ ശ്രമിക്കുന്നതായിരിക്കും. സോ ഗൈസ്, നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് നിങ്ങൾ കമന്റ് ചെയ്യുക. അതേപോലെ തന്നെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ കൂടെ നിൽക്കുക. എത്രയും പെട്ടെന്ന് നമുക്ക് 1K എന്നുള്ള ഒരു അച്ചീവ്മെന്റ് നേടണം. അപ്പൊ ക്വാളിറ്റി ബാലൻസ് ചെയ്ത് നല്ല നല്ല കോണ്ടന്റുകളും കാര്യങ്ങളും വരുന്നതായിരിക്കും. ഒന്നുകൂടെ റിമൈൻഡ് ചെയ്യുന്നു, സബ്സ്ക്രൈബ് ചാനൽ.